الرجيم بسم الله الرحمن الرحيم وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لقوم يعقلون. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ഏവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മഖ്ലസീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ വേദനകളില്ലാത്ത, ടെൻഷനില്ലാത്ത, അള്ളാഹുവിൻ്റെ പരലോകത്തെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു കാലാവസ്ഥയിൽ രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവർ ചർച്ച ചെയ്യുന്നത് ശക്തമായ ഈ ഉഷ്ണ തരംഗത്തെക്കുറിച്ചാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്ന പത്രം തുറന്നു നോക്കിയപ്പോൾ നാം കണ്ടത് ചരിത്രത്തിലൊന്നും മുമ്പ് കാലങ്ങളിൽ സംഭവിച്ചിട്ടില്ലാത്ത തരംഗങ്ങൾ കൊണ്ട് രണ്ട് മനുഷ്യർ കൂടി മരണപ്പെട്ടു പോയി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും ശക്തമായ ഈ ചൂട് കൊണ്ട്, ഉഷ്ണതരംഗം കൊണ്ട് 4-5 മനുഷ്യർ മരണത്തിലേക്ക് കീഴടങ്ങി. നമ്മുടെ ചർച്ചകളിലും നമ്മുടെ നാടുകളിലും എവിടെയും ഇന്ന് നാം അനുഭവിക്കുന്ന ശക്തമായ ഈ ചൂടിലൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വല്ലാത്ത ഒരു പരിസ്ഥിതിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഗവേഷകന്മാരും മുൻപോട്ട് വയ്ക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നാം പൂർണ്ണമായും അവലംബിക്കേണ്ടതാണ്. ഈ ഉഷ്ണതരംഗം മൂലം നമ്മുടെ കോളേജുകളിലും അതുപോലെ പരീക്ഷകളുമൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നമ്മുടെ യാത്രകളുടെ സമയം മാറ്റിവെച്ചു. നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കാതെ നാം നമ്മുടെ വീടുകളിൽ തന്നെ ഇരുത്തുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തമായ മഞ്ഞപ്പിത്തവും പലതരത്തിലുള്ള രോഗങ്ങളും, നിർജ്ജലീകരണം മൂലം ഒരുപാട് രോഗങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുമെന്ന് ആരോഗ്യ പ്രവർത്തകർ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ഈ ചുട്ടുപൊള്ളുന്ന ഈ ചൂടുള്ള കാലാവസ്ഥയിൽ അതിനെ പ്രതിരോധിക്കുവാൻ ധാരാളം ശുദ്ധജലം കുടിച്ചുകൊണ്ടും സാധാരണ ഈ ക്ലൈമറ്റിൽ കിട്ടുന്ന പഴങ്ങളും ഒക്കെ നമ്മൾ ഭക്ഷിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഭൗതികമായ പല കാരണങ്ങളും ഉണ്ട് എങ്കിലും ഒരു മുഅ്മിൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ചുട്ടുകൊള്ളുന്ന പകലുകൾ, ഈ ചൂടുള്ള പകലുകൾ വിശ്വാസിയെ ഓർമ്മപ്പെടുത്തേണ്ടത്
ഇത്തരം സന്ദർഭങ്ങളിൽ അയാൾ പഠന വിധേയമാക്കേണ്ടത് നല്ല മനസ്സോടുകൂടിയിട്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകന്റെ ഒരു ഖുദ്സിയായ പ്രവാചക വചനത്തിലൂടെ ആദമിന്റെ സന്തതികൾ എന്നെ അധിക്ഷേപിച്ചിരിക്കുന്നു, അഥവാ കാലത്തെ പഴി പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്, വലാ യഖൂലന്ന അഹദുകും യാ ഖൈബത്തദ്ദഹർ. ഇതെന്തൊരു കാലമാണ്, ഇതെന്തൊരു കാലക്കേടാണ്, ഇതെന്ത് ചൂടുള്ള കാലമാണ്, ഇതെത്ര നശിച്ച മഴയാണ് എന്ന് കാലത്തെ പഴിക്കുന്നൊരവസ്ഥ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. കാരണം തീർച്ചയായും ഈ ശക്തമായ ചൂടും തണുപ്പും മഴയും എല്ലാം മാറി മാറി വരുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഈ പ്രപഞ്ചത്തെ ഇത്തരണത്തിൽ സംവിധാനിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നമുക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ തീഗോളമായ ഈ സൂര്യൻ ഈ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് താഴോട്ട് വീണ്ടും താഴേക്ക് മാറി വരികയാണ് എങ്കിൽ ഈ ഭൂമിയും ഈ പ്രപഞ്ചവും വലിയൊരു തീഗോളമായി മനുഷ്യൻ ശക്തമായ ചൂട് കൊണ്ട് മരണപ്പെട്ടു പോകും. ഇന്ന് നിലകൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് ഈ സൂര്യൻ മുകളിലേക്ക് ഉയർന്നു പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചം ഒരു ഐസ് കട്ട പോലെയായി മനുഷ്യരൊക്കെയും ഹൃദ്രോഗം മൂലം, ഹൃദയസ്തംഭനം മൂലം, വലിയ വലിയ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് പോലെ മനുഷ്യൻ മരണപ്പെട്ടു പോകുമായിരുന്നു. ഈ പ്രപഞ്ചത്തെ കൃത്യമായി, ഈ പ്രപഞ്ചത്തെ വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ അന്യൂനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൻ നഹ്ലിന്റെ 12-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, വസഖറ ലകുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ. രാത്രിയെയും പകലിനെയും സൂര്യനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ അല്ലാഹുവാണ്. അതിനെ വിധേയമാക്കി തന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വന്നുജൂമു മുസഖറാതും ബിഅംരിഹ്. നക്ഷത്രങ്ങളും അല്ലാഹുവിന് കീഴൊതുങ്ങുന്നവരാണ്, അതിനെയും നിയന്ത്രണ വിധേയമാക്കുന്നത് അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. ഇതിലൊക്കെയും ചിന്തിക്കുന്ന, ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു ഉടമസ്ഥനുണ്ട്. ഈ പ്രപഞ്ചം തീഗോളമായി കത്തി അമർന്നു പോകാതെ, ഈ പ്രപഞ്ചം തണുത്തുറഞ്ഞു പോകാതെ ഇതിന്റെ സന്തുലിതാവസ്ഥ പിടിച്ചു നിർത്തുന്ന ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന വല്ലാത്തൊരു അവസരവും സന്ദർഭവുമാണ് ഈ ചൂടുള്ള പകലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇത്തരം ഒരു ചൂടുള്ള പകലുകളും രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത വല്ലാത്ത പ്രതിസന്ധിയും ഒക്കെ വരുമ്പോ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത നരകത്തെക്കുറിച്ചാണ്, അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തെക്കുറിച്ചാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂടുന്ന, മനുഷ്യർ വിയർപ്പിൽ മുങ്ങിത്താന്നു പോകുന്ന മഹ്ശറയെ കുറിച്ചാണ്. ഈ ചൂടുള്ള പകലുകളിൽ നാം പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ വസ്ത്രം വിയർത്ത് വല്ലാതെ ഒരു പ്രതിസന്ധി വരുമ്പോ, വല്ലാത്തൊരു അസ്വസ്ഥത വരുമ്പോ നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത് വിയർപ്പിൽ മുങ്ങിത്താന്നു പോകുന്ന റബ്ബിന്റെ മഹ്ശറയെ കുറിച്ചാണ്. വിശ്വാസികൾ അവരുടെ ചിന്തകൾ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചൂടുള്ള പകലിൽ അല്ലാഹുവിന്റെ റസൂല് മദീനയുടെ ആ മണൽപ്പരപ്പിലൂടെ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രവാചകനോടുകയാണ്. റസൂലിന്റെ സ്വഹാബത്ത് എന്താണ് ഈ വിളിച്ചു പറയുന്നതെന്ന് ശ്രദ്ധിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, അന്നാറു വശദ്ദു ഹർറാ, അന്നാറു വശദ്ദു ഹർറാ. സ്വഹാബത്തെ, ഈ ശക്തമായ ചൂടുണ്ടല്ലോ, ഈ ചൂടിനേക്കാളും അതിശക്തമാണ് നരകത്തിന്റെ ചൂട് എന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, പറയുക പ്രവാചകരെ, നാറു ജഹന്നമ അശദ്ദു ഹറ, നരകാഗ്നിയാണ് ഈ ചുട്ടുകൊള്ളുന്ന പകലുകളെക്കാൾ അസഹനീയമായത്. ലൗ കാനൂ യഫ്ഖഹൂൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നവരാണ് എങ്കിൽ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന 5ാം ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, ഒരിക്കൽ അദ്ദേഹം ഈ ചൂടുള്ള ശക്തമായ പകലിൽ അദ്ദേഹം നടന്നു പോകുമ്പോ ആടുമാടൊട്ടകങ്ങളൊക്കെ തണലുകളിലേക്ക് മാറുന്നു. ശക്തമായ ചൂട് കൊണ്ട് ആ നൽക്കാലി മൃഗങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയാതെ അതെല്ലാം വൃക്ഷങ്ങളുടെ തണലുകളിലേക്ക് അതിന്റെ ശരീരം ഒതുക്കി വെച്ച് അങ്ങോട്ടേക്ക് മാറുന്നു. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു ഭാഗത്തിരുന്ന് കരയുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭൃത്യൻ ചോദിച്ചു, അല്ലയോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്താണ് താങ്കൾ കരയാൻ കാരണം? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ആ മൃഗങ്ങളിലേക്ക് നോക്ക്. ആ നൽക്കാലി മൃഗങ്ങൾക്ക് പോലും ഈ ചുട്ടുകൊള്ളുന്ന പകലിന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് നരകാഗ്നിയെ നമുക്കെങ്ങനെ സഹിക്കാൻ കഴിയും? നാളെ മഹ്ശറയിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ അവസ്ഥ നമുക്കെങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് സാത്വികനായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരമൊരു സന്ദർഭങ്ങളിൽ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട പൊതുചിന്ത, ഈ ചൂടുള്ള പകലുകളിൽ രാത്രി ഒന്ന് ഇലക്ട്രിസിറ്റി പോയി, AC ഒന്ന് ഓഫായി, നമ്മുടെ ശരീരം ഒന്ന് വിയർക്കുമ്പോ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്ക്, അരമണിക്കൂർ കഴിഞ്ഞല്ലോ. പരിഭവത്തോടുകൂടി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചു പറയുമ്പോ എല്ലാവരും രാത്രി AC-യും ഇലക്ട്രിസിറ്റിയും ഒക്കെ ഉപയോഗിച്ച് ഫീസ് കത്തിപ്പോയതാണ്. അതിന്റെ വർക്ക് നടക്കുകയാണ്. ആ ചെറിയ ചൂട് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ ചൂടുള്ള പകലുകളിൽ നമ്മുടെ വീടിൽ AC സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുമ്പോ നാം ആലോചിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച്, ആ നരകാഗ്നിയെ കുറിച്ചാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരു ചൂടുള്ള ക്ലൈമറ്റിൽ അള്ളാഹുവിന്റെ റസൂല് നരകാഗ്നിയെ കുറിച്ച്, നരകത്തെ കുറിച്ച് റസൂല് സഹാബത്തിന് ഓർമ്മപ്പെടുത്തി. ആ മിമ്പറിൽ നിന്നുകൊണ്ട് റസൂൽ ഏങ്ങിക്കരഞ്ഞു. ആ റസൂലിന്റെ സ്വഹാബത്ത് ആ നരകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവരും ഭയങ്കരമായ കരച്ചിലായി. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, അസ്ർ നമസ്കാരം വരെ ഒരൊറ്റ സ്വഹാബിയും ആ മസ്ജിദുൻ നബവിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ പലരും വീടുകളിൽ നിന്ന് അന്വേഷിച്ചു വരുമ്പോ ആ മസ്ജിദിന്റെ ഉള്ളിൽ ഒരു വണ്ടിരമ്പുന്നത് പോലെ ഒരു ഇരമ്പിക്കരച്ചിലായിരുന്നു. പ്രിയമുള്ളവരെ, ആ നരകത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ചുട്ടുകൊള്ളുന്ന പകല് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച്, ഇലക്ഷൻ കഴിഞ്ഞ് വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച്, ഭരണമാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള ടെൻഷനുണ്ട്. പക്ഷേ നെഞ്ചകത്ത് കൈവച്ചുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ നരകാഗ്നിയെ കുറിച്ച്, റബ്ബിന്റെ പരലോകത്തെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് നമ്മുടെ മനസ്സുകളിലേക്ക് ചിന്ത കടന്നു വന്നിട്ടുണ്ടോ? അത്തരം ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുലുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഇതല്ലാഹുവിൽ നിന്നുള്ള സത്യമാണ്. നരകത്തെ കുറിച്ച് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഇതല്ലാഹുവിൽ നിന്നുള്ള സത്യമാണ്. ഫലാ തകും മിനൽ മുംതരീൻ, നിങ്ങൾ ഡൗട്ട് ഉള്ളവരിൽ, നിങ്ങൾ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ആ സ്വർഗ നരകങ്ങളെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് താൽക്കാലികമായി സംഭവിക്കുന്ന ചില പ്രതിസന്ധികളെ കുറിച്ചല്ല നാം ടെൻഷൻ ആകേണ്ടത്. നാം വ്യാകുലപ്പെടേണ്ടത് അള്ളാഹുവിന്റെ നരകാഗ്നിയെ കുറിച്ചാണ്. റബ്ബിന്റെ പരലോകത്തിന്റെ രക്ഷാശിക്ഷകരുടെ ആ ലോകത്തെ കുറിച്ചാണ് നമ്മുടെ ഹൃദയത്തിൽ ഭയമുണ്ടാകേണ്ടത്.
എന്നിട്ട് റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം, റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരകാഗ്നിയിൽ നിന്ന് നാഥാ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. റബ്ബേ നീ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഉച്ചയായപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു മലഞ്ചെരുവിലേക്ക്, ഒരു തണലിലേക്ക് അവർ മാറി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണപ്പൊതി നിവർത്തി വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ കുറച്ചകലം നാടുകളെയും വെച്ച് ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ, ഒരാട്ടിടയൻ മുൻപോട്ട് വരുന്നു. ഇത് കണ്ടിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, താങ്കളും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാം, താങ്കൾ കൈ കഴുകി വരിക എന്ന് അദ്ദേഹത്തോട് പറയുമ്പോ ആ സഹോദരൻ പറഞ്ഞു, അനസ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, നിങ്ങൾ വിളിച്ചതിൽ സന്തോഷമുണ്ട്, ഞാൻ അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്തിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി, അദ്ദേഹത്തിന്റെ ചിന്തകൾ ഓടുകയാണ്. ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിലും ആട്ടിടയനായ സഹോദരൻ, ഒരു തണൽ കായാൻ ഒരു വൃക്ഷം പോലും ഇല്ലാത്ത ഈ പരിസ്ഥിതിയിൽ അദ്ദേഹം നോമ്പ് നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ ചുട്ടുപൊള്ളുന്ന പകലുകളെ അതിജീവിച്ചുകൊണ്ട് താങ്കളെ നോമ്പ് പിടിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ശരീരം ചുക്കിച്ചുളുങ്ങാൻ തുടങ്ങി, എന്റെ പല്ലുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ മുടി വെളുത്തു നരച്ചു തുടങ്ങിയിരിക്കുന്നു, റബ്ബിന്റെ പരലോകത്തേക്ക് ഞാൻ നീങ്ങാനുള്ള സമയവും സന്ദർഭവും എടുത്ത് റബ്ബിന്റെ പരലോകത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ്, അവന്റെ പ്രീതി നേടിയെടുക്കുവാനാണ് ഈ ചുട്ടുപൊള്ളുന്ന പകലിലും ഞാൻ നോമ്പനുഷ്ഠിച്ചത് എന്ന് ആ ആട്ടിടയനായ സാധാരണക്കാരനായ മനുഷ്യൻ പറയുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടുകൊണ്ട് ചിന്താമഗ്നനാവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചൂട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ശക്തമായ ചൂടിനെ കുറിച്ചും ശക്തമായ ഈ തണുപ്പിനെ കുറിച്ചും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകം അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞു, നരകം അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞു. എന്തായിരുന്നു സങ്കടം? ഫഖാലത്ത് റബ്ബി അഖല ബഅലി ബഅല, പടച്ച റബ്ബേ, ഈ നരകാഗ്നിയിൽ അസഹനീയമായ ചൂട് കൊണ്ട് ഇതിന്റെ ചില ഭാഗങ്ങളെ ഭക്ഷിക്കുകയാണ്, ചില ഭാഗങ്ങൾ അടർന്നു വീഴുകയാണ്. ശക്തമായ ചൂട് കൊണ്ട് ഇതിന്റെ ചില ഭാഗങ്ങളെ ഭക്ഷിക്കുകയാണ്. ആ സമയം ഫഅദിന ലഹാ ബിനഫ്സൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന് രണ്ട് നിശ്വാസം നൽകുകയാണ്. ഒന്ന് പുറത്തേക്ക് ഒന്ന് ശ്വസിക്കാനുള്ള, ഈ ചൂടിനെ പുറന്തള്ളാനുള്ള രണ്ട് സന്ദർഭങ്ങൾ അല്ലാഹു ആ നരകത്തിന് നൽകുകയാണ്. അതിലൊന്ന് നഫ്സുൻ ഫിശ്ശിത്താ, അതിശൈത്യമായ തണുപ്പ് കാലത്ത് ആ അസഹനീയമായ തണുപ്പിനെ പുറന്തള്ളാനുള്ള ഒരു നിശ്വാസമാണ്. മറ്റൊന്ന് വാശദ്ദു മാ തജിദൂന മിൻ സംഹരീൻ, മറ്റൊന്ന് മാശദ്ദു മാ തജിദൂന ഫിൽ ഹർർ. അതെ, ഈ ചൂടുള്ള പകലുകളിൽ നാം അനുഭവിക്കുന്ന ഈ ചൂട്, ശക്തമായ ആ നരകാഗ്നിയിലെ ചൂട് പുറന്തള്ളുമ്പോഴാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുത്തുന്നത്. ഈ ശക്തമായ ചൂട് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് നരകാഗ്നിയിൽ നിന്നുള്ള ആ മാറ്റമാണ്. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ട്, പാപങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരമാണ് ഈ ചുട്ടുകൊള്ളുന്ന പകലുകളും അതിശൈത്യവുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത്
എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്നോരോ മനുഷ്യരും, ചില മനുഷ്യർ കണങ്കാലു വരെ വിയർപ്പിൽ മുങ്ങിത്താന്നു പോകുന്നവരുണ്ട്. ചിലർ മുട്ടോളം വിയർപ്പിൽ മുങ്ങി നിൽക്കും, ചിലർ കഴുത്തോളം അവർ വിയർപ്പിൽ മുങ്ങി നിൽക്കും. ഈ ചൂടുള്ള പകലുകളിൽ നാം പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ വസ്ത്രവും നമ്മുടെ അടിവസ്ത്രവും വിയർപ്പിൽ മുങ്ങിത്താരുമ്പോ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ വരുമ്പോ ആ പരലോകത്തെ കുറിച്ചാണ്, ആ മഹ്ശറയെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ആ മഹ്ശറയിലും ചില മനുഷ്യർക്ക് അള്ളാഹു കുളിർമയും തണലും ഇട്ടുകൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ശക്തമായ വിയർപ്പിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യർക്ക് അല്ലാഹു തണലിട്ട് കൊടുക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഅതു യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലഹു. അന്ന് അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ മഹ്ശറയിൽ 7 കൂട്ടം മനുഷ്യർക്ക് അല്ലാഹു തണലും കുളിർമയും നൽകുന്നതാണ്. അതിലൊന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി എന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളൊക്കെ കുടുംബത്തിന്റെ ഭരണാധികാരികളാണ്. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട്, റബ്ബിലേക്ക് കീഴൊതുക്കിക്കൊണ്ട്, റബ്ബിനെ ഓർമ്മപ്പെടുത്തുന്ന ഓരോ കുടുംബത്തിന്റെയും ഭരണാധികാരികളാണ്. അവിടെ ആ ഭരണകർത്തം കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ ഈ പള്ളിയിലേക്ക് ജുമുഅ നമസ്കാരത്തിൽ വരുമ്പോഴും എൻ്റെ മക്കൾ, എൻ്റെ പ്രായമായ എൻ്റെ ആൺമക്കൾ, എൻ്റെ കുട്ടികൾ, എൻ്റെ പേരമക്കൾ അവരല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വരുന്നുണ്ടോ? ഞാൻ സുബഹി നമസ്കാരത്തിന് വെപ്രാളപ്പെട്ട് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോ എൻ്റെ മക്കളും എൻ്റെ പേരമക്കളും അല്ലാഹുവിലേക്ക് വരുന്നുണ്ടോ? റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കരിക്കുന്നുണ്ടോ എന്ന് ഓരോ കുടുംബനാഥന്മാരും ഭരണാധികാരികളാണ്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വശാബുൻ നശ്അ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആരാധനയിൽ കഴിച്ചുകൂട്ടുന്ന ചെറുപ്പക്കാരനാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അല്ലാഹുവിന്റെ ആരാധനകളിൽ രാത്രിയുടെ പാതിരാവുകളിൽ ഓരോ മനുഷ്യനും ഉറങ്ങുമ്പോഴും ആ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിലേക്ക് ആരാധനകളും ഇബാദത്തുകളുമായി കഴിച്ചുകൂടുന്ന മനുഷ്യൻ, ആ മനുഷ്യനും അല്ലാഹു തണലിട്ട് കൊടുക്കുന്നതാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, ഒരു മനുഷ്യനാണ്, ആ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ മസ്ജിദുമായി, റബ്ബിന്റെ പള്ളികളുമായി കണക്ഷനാണ്. വെള്ളിയാഴ്ച ജുമുഅ ദിവസം മാത്രമല്ല, ജോലി തിരക്കുകൾക്കിടയിലും അയാൾ ജോലികളിൽ ഏർപ്പെടുമ്പോഴും ഹയ്യ അലസ് സ്വലാ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ അവന്റെ മനസ്സ് പള്ളിയുമായി. ഇതെല്ലാം ഈ കാണുന്ന ബിസിനസ്സും ഞാൻ കെട്ടിയുണ്ടാക്കുന്ന ബിൽഡിംഗ് സൗധങ്ങളുമൊക്കെ ഞാൻ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. എൻ്റെ കൂടെ അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ എൻ്റെ ഇബാദത്തുകളാണ്. അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് അവർ തിരിയും. നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറജുലാനി തഹബ്ബാ ഫില്ലാഹ്, 2 സുഹൃത്തുക്കൾ അവർ അല്ലാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട്, റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അവർ അടുക്കുകയും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ തന്നെ അവർ പിരിയുകയും ചെയ്ത 2 സഹോദരന്മാരാണ്. റബ്ബിന് വേണ്ടി സ്നേഹിച്ചവരായിരുന്നു. അഥവാ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരസ്പരം സ്നേഹത്തോടുകൂടി അടുക്കുകയും അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറജുലുൻ തലബതുഹു ഇംറഅതുഹു ദാത മൻസബിൻ വജമാൽ ഫഖാല ഇന്നി യഖാഫുല്ലാഹ്, ഉന്നത തറവാട്ടിലും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക്, പൈശാചികതയിലേക്ക് ക്ഷണിച്ചപ്പോ ഇന്നി യഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. നമ്മുടെ കൈവശമുള്ള മൊബൈലിലൂടെ വളരെ ക്ലാരിറ്റിയോടുകൂടി അർത്ഥനഗ്നരും നഗ്നരുമായ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് വിചാരത്തിലേക്ക് ഏർപ്പെടാനുള്ള സൗന്ദര്യം ആ സന്ദർഭത്തിലും ഇന്നി യഖാഫുല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന്
ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറാമതായി പറഞ്ഞു, വറജുലുൻ തസദ്ദഖ അഖ്ഫാ ലാ തഅലമു ശിമാലിഹി മാ തുൻഫിഖു ബിയമീനിഹി. അഥവാ അയാൾ ദാനം ചെയ്യും, സദഖ ചെയ്യും, പക്ഷേ ആ സദഖ വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ദാനം ഇടത് കൈ അറിയുകയില്ല. അഥവാ പ്രകടനാത്മകതകൾക്ക് വേണ്ടിയിട്ടല്ലാതെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അയാൾ ദാനധർമ്മങ്ങൾ ചെയ്യും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏഴാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന ആ വിയപ്പിൽ മുങ്ങിത്താഴുന്ന അവസരത്തിൽ ആ 7 കൂട്ടർക്ക് അള്ളാഹു തണൽ നൽകും. അതിൽ ഏഴാമത്തെ കൂട്ടരായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വറജുലുൻ സക്കറല്ലാഹ ഖാലിയ ഫഫാലത് ഐനാഹു. ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട്, റബ്ബിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്ന സഹോദരനാണ്. അങ്ങനെയുള്ള ആ 7 കൂട്ടർക്ക് നാളെ പരലോകത്ത് അള്ളാഹു അർശിന്റെ തണലിട്ട് കൊടുക്കും. പ്രിയമുള്ളവരെ, ഈ നരകാഗ്നിയിൽ നിന്നും ശക്തമായ വിയർപ്പിൽ മുങ്ങിത്താങ്ങുന്ന അർശിന്റെ ദുരന്തപൂർണമായ മഹ്ശറയുടെ അവസ്ഥയിലും നമുക്ക് സുരക്ഷിതമാകാൻ, അതിൽ നിന്നെല്ലാം സംശുദ്ധമാകാൻ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. റബ്ബിന്റെ മുന്നിൽ മാത്രം പ്രണാമം ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവനാണ് അള്ളാഹു ഉണ്ട്, പടച്ചനാഥനുണ്ട് എന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാത്രിയും പകലും. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ. നിങ്ങൾ സൂര്യനും ചന്ദ്രനും പ്രണാമം ചെയ്യരുത്. കാരണം വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന. ഈ സൂര്യനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സൃഷ്ടിനാഥനായ അല്ലാഹുവിന്റെ മുന്നിലാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. ജാറങ്ങളുടെ മുന്നിലല്ല, മലക്കുകളുടെയും ജിന്നുകളുടെയും മുന്നിലല്ല. നിങ്ങൾ പ്രണാമം അർപ്പിക്കേണ്ടത് ഏകനായ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ്. നിങ്ങൾ